ഒരു മുന്നറിയിപ്പുമില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്ന സമരം ഒട്ടേറെ ജീവിതങ്ങളെ ബാധിക്കുന്നുണ്ട്. അതിലൊരാളാണ് അമൃത. മസ്കറ്റിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തെ തുടർന്ന് ഭാര്യ അമൃതയുടെ മസ്കറ്റിലേക്കുള്ള യാത്ര മുടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചതിന് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. തീരുമാനം ഉണ്ടാവാതെ ഞാൻ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ കമ്പനി അല്ലെന്ന് പറയുന്നത്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നില്ല ഞങ്ങളുടെ കമ്പനി അല്ല ഇതൊന്നും അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ടിക്കറ്റ് ഇത്രയും ആൾക്കാരും കൊടുത്തിട്ട് ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളാണ് അങ്ങനെ പറയുകയാണ്. ഞങ്ങളുടെ കമ്പനി അല്ല അങ്ങനെ പറയുകയാണ്. നല്ലൊരു കാര്യം പോലെ അവർ ഈ ഇവിടുത്തെ മാനേജർ പറയുന്നില്ല ഈ നിമിഷം വരെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇവിടെ. അപ്പൊ എയർ ഇന്ത്യ എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടെ എന്തിനാ ഇരിക്കുന്ന ഒരു പങ്കുമില്ലെന്നാ പറയുന്നത്. ടിക്കറ്റ് എടുത്തവരൊക്കെ എന്താ പിന്നെ എയർ ഇന്ത്യ എന്നുള്ള വേറെ കമ്പനി ഫ്ലൈറ്റിൽ എന്തെന്നൊക്കെ പോകുന്നത്. അതൊരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ ഇവിടെ എഴുന്നേൽപ്പില്ല. ഇപ്പോഴും മൃതദേഹവുമായി നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ആ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. വളരെ വളരെ സങ്കടപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ചയാണിത്. നമ്പി രാജേഷിന് ഹൃദയാഘാതം സംഭവിക്കുന്നു. നമ്പി രാജേഷിന് ഹൃദയാഘാതം സംഭവിക്കുന്നു. ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടി അമൃത പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സമരം കാരണം ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ സർവീസ് റദ്ദാക്കുന്നു. അങ്ങനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെയാണ് നമ്പി രാജേഷ് ആ കുടുംബത്തെ ഒറ്റയ്ക്കാക്കി യാത്ര പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.